ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ഫിഷ് ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ചൂരമീൻ വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണെന്നറിയാൻ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഹാഫ് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 300 ഗ്രാം ചുരക്കുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ ഇത് ചൂരമീൻ നമ്മളിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. മുമ്പ് ഞാനൊരു ചൂരമീൻ കറിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ചൂരമീൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ട് കിട്ടുക. കാണുമ്പോൾ നമുക്ക് ചിക്കൻ പീസാണെന്നേ തോന്നുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒട്ടും മുള്ളില്ലാതെ മീനാണ് നല്ലത്. അപ്പോൾ ഈ ഒരു മീൻ മുഴുവനായിട്ടും ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കാം. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. നമുക്കിനി ഈ ഒരു ബിരിയാണിയിലേക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാൻ ചൂടാക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാം വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇത്രയും എണ്ണയുടെ ആവശ്യമേ. ഇനി ആദ്യം നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു സെയിം പാനിലോട്ട് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കാഷ്യൂ നട്ട്സും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു സെയിം പാനിലോട്ട് ഒരു സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഗാർണിഷ് ചെയ്യാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സവാള എപ്പോഴും വളരെ നേരിയതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സവാളയൊക്കെ കളർ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളപ്പോൾ ഈ ഒരു സെയിം പാനിലാണ് മീനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനിയും എണ്ണ ബാക്കിയുണ്ട്. നമുക്കതുകൊണ്ട് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ഒരേ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ക്ലീനിങ്ങും കുറച്ച് എളുപ്പമാകും. അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറേ പാത്രങ്ങൾ ഉണ്ടാകും കഴുകാൻ. അതുമാത്രമല്ല, ആ ഒരു സെയിം എണ്ണയിൽ തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ വറുത്തെടുത്ത സവാളയുടെയൊക്കെ ഒരു ടേസ്റ്റ് ആ ഒരു എണ്ണയ്ക്ക് ഉണ്ടാകും. അത് നമുക്ക് മീനിനും കിട്ടും. അപ്പോൾ നമ്മൾ മീൻ മുഴുവനായും ഫ്രൈ ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മീനിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീൻ അവിടുന്ന് ഫ്രൈ ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കോലത്തിൻ്റെ 2-3 പീസും 3 ഏലക്കയും ഏകദേശം ഒരു 4 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കഷ്ണം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഒരു 1/2 കഷ്ണം സവാള ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിലേക്ക് 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് സവാളയൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. ജീര റൈസ് കഴുകി ഒരു അരിപ്പയിലേക്ക് ഇട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഇതുപോലെ അരി ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഞാൻ ഇതുപോലെ അരി ചൂടാക്കുമ്പോൾ ഒരു 3-4 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിലുള്ള റൈസ് കിട്ടും. അതുപോലെ തന്നെ റൈസ് വേവിക്കുമ്പോൾ നമുക്ക് ലെമൺ ജ്യൂസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള റൈസ് കിട്ടും. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ ചൂടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉപ്പ് ആദ്യം അരി ചൂടാക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ മുമ്പുള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബിരിയാണി റൈസൊക്കെ ഇളക്കി നോക്കുമ്പോൾ എപ്പോഴും ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് വേണം ഇളക്കി നോക്കാൻ. നമ്മൾ തവി വെച്ചിട്ടൊക്കെ ഇളക്കി നോക്കിയാൽ നമ്മൾ ഇളക്കും തോറും ആ റൈസ് അങ്ങ് ഉടഞ്ഞു പോകും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ റൈസ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു റൈസിൽ ഇതുവരെയും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റൈസിൽ ഇതുപോലെ ലാസ്റ്റ് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു റൈസിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ നെയ്യുടെ നല്ലൊരു മണവും ഉണ്ടാകും. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത മീൻ മുഴുവൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി മീൻ ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്കിനി എണ്ണ ബാക്കിയില്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ വഴറ്റിയെടുക്കുന്നതുകൊണ്ട് ആ ഒരു എണ്ണയ്ക്ക് നമ്മുടെ മീനിൻ്റെ മുളക് പൊടിയുടെ കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കളറാണ് ഈ ഒരു സവാളയിൽ കാണുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും അധികം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ മസാലപ്പൊടികളൊക്കെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുത്തോളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഗ്രേവി ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത് ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മീൻ മുഴുവനായിട്ടും ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇട്ട് കൊടുത്ത മീനിന് മുകളിലായിട്ട് ഇതുപോലെ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മീനിന് നന്നായിട്ട് ആ ഒരു മസാല പിടിക്കും.
അപ്പോൾ നമ്മൾ മീനൊക്കെ ഓൾറെഡി ഫ്രൈ ചെയ്തതാണ്. അതുകൊണ്ട് നമുക്കൊന്നും വെന്ത് കിട്ടേണ്ട ടൈമൊന്നും കുക്ക് ചെയ്യണ്ട. നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് മീനിൽ പിടിച്ചാൽ മതി. ഇനി ഇത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനൊക്കെ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ആ ഒരു ഗ്രേവിയുടെ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ബിരിയാണി ദം ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ഇന്ന് ഈ ഒരു പാത്രത്തിലാണ് ദം ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഗ്രേവി ചേർത്ത് കൊടുക്കാം. നമ്മളിന്ന് മൊത്തം 4 ലെയറായിട്ടാണ് ദം ചെയ്യുന്നത്. 2 ഫിഷ് ഗ്രേവിയുടെ ലെയറും 2 റൈസിൻ്റെ ലെയറും. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ ഫിഷ് ഗ്രേവി ഇട്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ ലെയറായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ലെയറായി വീണ്ടും ഫിഷ് ഗ്രേവി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നാലാമത്തെ ലെയറായിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു തവി റൈസ് നമ്മൾ ഫിഷ് ഗ്രേവി ഉണ്ടാക്കിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ആ ഒരു റൈസിൽ മിക്സായി കിട്ടും. ഇനി ആ റൈസ് നമുക്ക് ഈ ഒരു ദം ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ എപ്പോഴും ചിക്കൻ ബിരിയാണി ആയാലും ഫിഷ് ബിരിയാണി ആയാലും ഉണ്ടാക്കിയാൽ ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ലെയറും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു നുള്ള് ഗരം മസാല വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒക്കെ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇനി പുതിനയില ഉണ്ടെങ്കിൽ അതുകൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ഇതുപോലെ അങ്ങ് കവർ ചെയ്യാം. അതിനുശേഷം ഇതുപോലൊരു അടപ്പ് വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റെങ്കിലും ദം ചെയ്യണം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മളത് തുറന്ന് നോക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞേ അത് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ തുറന്നു നോക്കിയത്. ഏത് ബിരിയാണി ആയാലും ആ ദം തുറക്കുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദം ചെയ്ത ബിരിയാണി വിളമ്പുമ്പം ആദ്യം തന്നെ നമുക്ക് ആ പ്ലെയിൻ റൈസ് മാത്രം ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അതിനുശേഷം നമുക്ക് മീനിൻ്റെ പീസും ഗ്രേവിയോടും കൂടി വരുന്ന റൈസിൻ്റെ ഭാഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് സെർവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഓരോ തവണയും പീസിന് വേണ്ടി നമ്മൾ ഒരു തവി വെച്ച് ഇളക്കി നോക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ മീൻ ബിരിയാണിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ആ പീസൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. നമ്മളിപ്പോൾ ഇതുപോലെ റൈസ് മാത്രം ഒന്നിലേക്കും മസാലയോടുകൂടിയ റൈസും പീസൊക്കെ ഒരു പാത്രത്തിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ പ്ലേറ്റിലോട്ട് ആ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലെയിൻ റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലായിട്ട് ആ മസാലയോട് കൂടിയ റൈസും ഗ്രേവിയും ഫിഷും ഒക്കെ കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതുപോലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി നല്ല അടിപൊളിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓടി വന്ന് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.